ഗൈസ് നമ്മൾ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. നമ്മളിപ്പം കൂടുതലായിട്ട് ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലൈവിൽ കുറേയെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അല്ലാതെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ അല്ലാതെ കുറച്ച് ആൾക്കാർ നമ്മളെ വേണ്ടത്ത രീതിയിലുള്ള എന്താണ് പറയുന്നത്, മോശമായിട്ടുള്ള ബാഡായിട്ട് സംസാരിക്കുന്നു. ബാഡായിട്ടെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു മാത്രമാണ്. പക്ഷേ നമുക്ക് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ലൈവ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കൂടെ ആൾക്കാർ കാണും. ആൾക്കാരെന്ന് വെച്ചാൽ പിള്ളേരാണ്. ഇവനെല്ലാം കൊച്ചു പയ്യന്മാരാണ്. അപ്പോൾ ഇവൻ്റെ ചേച്ചിയുണ്ട്, പിന്നെ 2-3 കൊച്ചു പിള്ളേരുണ്ട്. അവരൊക്കെ ആയിട്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ വരുമ്പം ഇന്ന് ഞാൻ ഒരു ലൈവ് ചെയ്തതിൽ ഇതുപോലെ കമൻറ്റ് ഇതുമായിട്ട് വന്നപ്പം ഓവറായി വന്നപ്പം ഞാൻ കുറച്ച് ഡൗൺ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അതിലുണ്ട്. അവർ അത് മൈൻഡാക്കേണ്ട, അതായത് പറഞ്ഞു. പക്ഷേ പിള്ളേരും ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു സമയത്തൊരു ഇതായിപ്പോയി. അങ്ങനെ വെച്ചിട്ടാണ് ആ ഒരു ലൈവ് ശോകമായിപ്പോയി. നമ്മൾ അല്ലെങ്കിൽ അടിച്ച് പൊളിച്ച് ചെയ്യാറുള്ള ലൈവാണ്. പിന്നെ പെട്ടെന്ന് ഇത് ഇങ്ങനെ ആയിപ്പോയപ്പം ഇവരെല്ലാം കീഴിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു, ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ കമൻറ്റ് നമ്മൾ ആൾക്കാരെ നോക്കിയിട്ട് വേണം സംസാരിക്കും. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഈ വരുന്ന ഇപ്പം ഇനി ഒരു കാര്യമുള്ളൂ, അങ്ങനെ വരുന്ന ഒരു കമൻറ്റെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ എന്താണ് മറ്റേ ടൈം ഔട്ട് അപ്പോഴേ നമ്മൾ ടൈം ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതേ ഉള്ളൂ. അങ്ങനെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം നമുക്ക് ലൈവിൽ ലൈവ് അല്ലാതെ വരുന്നതിന് നമുക്കൊന്നും എന്താ ചെയ്യാൻ, വരുന്നത് കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പം ആൾക്കാരെ കണ്ട് സംസാരിക്കണം. എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇപ്പം ഈ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ. പിന്നെ വലിയ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് പിന്നെ കുഴപ്പമില്ല. കൊച്ചു പിള്ളേരാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവർ കൂടെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന അവർക്കും വായിക്കാനൊക്കെ അറിയാവുന്നതാണ്, കമൻറ്റൊക്കെ വന്ന് നോക്കുന്നതാണ്. അപ്പോൾ അത് കാരണമാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഗൈസ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഇവർക്ക് ഏറ്റവും വിഷമമാണ് അങ്ങനെയൊക്കെ കമൻറ്റൊക്കെ ചെയ്യുന്നത്. ഓക്കെ.